ഏവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ബോട്ട്മാസ് റൂള് സംബന്ധിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ബോട്ട്മാസ്, ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യും? ബോട്ട്മാസ് റൂള്: B ബ്രാക്കറ്റ്, O ഓഫ്, D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്ട്രാക്ഷൻ. ഈ ക്രമത്തിന് വേണം ഇങ്ങനെയുള്ള കണക്കുകൾ സിംപ്ലിഫൈ ചെയ്യാൻ വന്നാൽ ചെയ്യാൻ. കാരണം ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിലെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, പിന്നെ O ഓഫ് ഉള്ളിടത്ത് ഇൻറ്റു കൊടുത്താൽ മതി, D ഡിവിഷൻ, പിന്നെ ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ ഹരണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, പിന്നെ കൂട്ടൽ, പിന്നെ കുറയ്ക്കൽ. ഇത് സങ്കലനവും വ്യവകലനവും. ഈ നിയമപ്രകാരം വേണം ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യാൻ വന്നാൽ ചെയ്യാനും. നമുക്ക് നോക്കാം. 9 + 6 ഡിവൈഡഡ് ബൈ 3 + 5 × 2. ഇപ്പോൾ ആദ്യം ഡിവിഷൻ വേണം ചെയ്യാൻ. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 3 അത് ചെയ്തു. പിന്നെ ഇവിടെ എന്താണ്? 5 × 2. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷനാണ് നോക്കണ്ടേ. 5 × 2 എത്ര? 10. ഇതിൻ്റെ ഇടയ്ക്കുള്ള ചിഹ്നം എന്തുവാ? 5 × 2 മുമ്പുള്ള ചിഹ്നം പ്ലസ്. 6 ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. ഇനി അതിൻ്റെ ഇടത്തോട്ടുള്ള എന്താണ്? +9. 9 + 2 + 10. 11 10 21. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ബോട്ട്മാസ് നിയമം വെച്ച് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. അതായത് ആദ്യം ഡിവിഷൻ എഴുതുക. 6 ഡിവൈഡഡ് ബൈ 3 2. പിന്നെ വലത്തോട്ട് എന്താ ഉള്ള? ഒരു പ്ലസ് ഉണ്ട്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ആദ്യം ഡിവിഷൻ ചെയ്യുക. 6 ഡിവൈഡഡ് ബൈ 3 2. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് 5 × 2. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ചിഹ്നം ഇവിടെ കൊടുക്കുക. പിന്നെ അതിന് മുമ്പുള്ള ചിഹ്നം എന്താണ്? +9. 9 + 2 + 10 21. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഞാൻ ഇവിടെ ഡിവിഷൻ ചെയ്യുക. ആദ്യം 12 ഡിവൈഡഡ് ബൈ 3, അതായത് 4. പിന്നെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുക. 23 × 5 115 കിട്ടും. 23 5 കൂടെ ഗുണിച്ചാൽ ഈ 4. ഇതിന് ഡിവിഷന് അതിന് തൊട്ട് മുമ്പ് ഒരു മൈനസ് ഉണ്ട്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. പിന്നെ എന്തുകൊണ്ട്? അതിന് ശേഷം +20, അതായത് 131 കിട്ടും. ഒരിക്കൽ കൂടി പറയാം. ആദ്യം ഡിവിഷൻ ചെയ്യുക. 12 ഡിവൈഡഡ് ബൈ 3 4. 4ന് ഇടത്തോട്ട് എന്തുകൊണ്ട്? പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. പിന്നെ അതായത് 115. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചിഹ്നം കൊടുക്കുക, മൈനസ്. പിന്നെ എന്തുകൊണ്ട്? ഒരു +20 ഉണ്ട്, അതായത് 131. ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ ചെയ്താൽ മതി. അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെ ചെയ്താലും അങ്ങനെ തെറ്റൊന്നും വരത്തില്ല. 131. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബോട്ട്മാസ് നിയമം വെച്ച് വേണം ഈ കണക്ക് ചെയ്യാൻ. ആദ്യം ബ്രാക്കറ്റിലുള്ള 12ഉം 9ഉം കൂടെ കൂട്ടുക, 21. പിന്നെ ഇതിൻ്റെ വെളിയിലോട്ട് എന്തുകൊണ്ട്? ഒരു ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. അത് അപ്പോൾ ഡിവിഷൻ വേണം പിന്നെ ചെയ്യാൻ. പിന്നെ ഇവിടെ ഒരു -9 ഉണ്ട്, ×7 ഉണ്ട്. ഇനി നമുക്ക് ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യാൻ 21 ബൈ 3 എന്ന് പറയാൻ 7 ആണ്. റൈറ്റിലോട്ടൊരു -9 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു ×7 ഉണ്ട്. അപ്പോൾ 49 9 പോകെ 40. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബ്രാക്കറ്റ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പം ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. 12 9 21. പിന്നെ ഇവിടെ ഉള്ളത് അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് ഡിവിഷൻ ചെയ്യണം. 21. ഇനി ഡിവിഷൻ കഴിഞ്ഞിട്ട് വേണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ 21 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയാൻ 7. പിന്നെ റൈറ്റിലോട്ടൊരു -9 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു ×7 ഉണ്ട്. 7 × 7. പിന്നെ ഇനി മൾട്ടിപ്ലിക്കേഷൻ വേണം ചെയ്യാൻ. 7 × 7 49 9 പോകെ 40. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി ഇവിടെ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. ഇവിടെ ഈ ബ്രാക്കറ്റിൽ ഒരു 4 + 7 ഉണ്ട്, 11. പിന്നെ ഇവിടെ ഒരു 3 + 8 ഉണ്ട്, 11. ബ്രാക്കറ്റ് രണ്ടും ചെയ്ത് വെച്ചു. ഇനി ഇതിന് ബ്രാക്കറ്റ് വെളിയിലുള്ളത് ഇവിടെ എഴുതാം, ×2. പിന്നെ ലെഫ്റ്റിലോട്ടൊരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു ×4 ഉണ്ട്. 4 44. 44 - 2 × 11 22. ഉത്തരം 22 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. 4 + 7 ബ്രാക്കറ്റ് 11. പിന്നെ ഇവിടെ ലെഫ്റ്റിലോട്ടൊരു ×2 ഉണ്ട്. പിന്നെ ഇവിടെ അതുപോലെ ബ്രാക്കറ്റ് ചെയ്യുക. അതായത് 3 + 8 എത്ര? 11. പിന്നെ ഇവിടെ വെളിയിൽ എന്തുകൊണ്ട്? ഒരു ×4 മൈനസ്.
11 4 44 മൈനസ് 11 2 22. അതായത് 44 22 പോകെ 22. ഓപ്ഷൻ സി ആണ് ഉത്തരം. എ ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ ഡി. ഇങ്ങനെയുള്ള മോഡലിൽ കണക്ക് ചെയ്യാൻ വന്നാൽ ആദ്യം ഉള്ളത് മാത്രം അങ്ങനെ എഴുതും, ബാക്കി എല്ലാം താഴെ എഴുതി അങ്ങ് ഗുണിച്ചാൽ മതി. എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു സി ഇൻറ്റു ഡി. അതായത് 1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 4. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യ മാത്രം അങ്ങനെ എഴുതുക. ഈ നിയമം വെച്ചിട്ട് എ ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ എ മാത്രം ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ എഴുതുക, ബൈ മൊത്തം ഗുണിക്കുക ബാക്കിയുള്ള ബി ഇൻറ്റു സി ഇൻറ്റു ഡി. ഇവിടെ അതുപോലെ 1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 4. ഇതേ മോഡലിലുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ എഴുതുക, താഴെ ബാക്കി എല്ലാം ഗുണിച്ചെഴുതുക. 2 ഗുണം 3 ഗുണം 4 1/24 കിട്ടും. 1/24. എ ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ എ ബൈ ബി സി ഡി. അതായത് ആദ്യത്തെ സംഖ്യ അങ്ങനെ എഴുതും, ബാക്കിയെല്ലാം ഗുണിച്ചങ്ങ് താഴെ എഴുതും. ഇവിടെ ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ഇവിടെ ഈ ചോദ്യത്തിലെ ബ്രാക്കറ്റിനുള്ളിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ആ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ള എന്തുവാന്ന്, ഈ 8 + 4 × 3 അത് ആദ്യം ചെയ്യാം. 8 + 4 × 3 ആദ്യം ചെയ്യുക, ഇൻറ്റു. അതായത് പിന്നെന്തുകൊണ്ട് ഒരു വലിയ ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ ഡിവൈഡഡ് ബൈ 4 × 4 അത് അങ്ങനെ തന്നെ എഴുതുക. പിന്നെ ഇവിടെ ഒരു 20 മൈനസ്. ഇനിയും ബ്രാക്കറ്റിനുള്ളിലുള്ള ബ്രാക്കറ്റ് ഇനി ചെയ്യണം. 8 + 12. അതായത് ഇവിടെ 8 + 12 എത്ര വരും, 20. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഡിവൈഡഡ് ബൈ 4 × 4. ഇനി ആ ഒരു ബ്രാക്കറ്റ് വീണ്ടും ഉണ്ട്, അതായത് 20 മൈനസ്. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിലെ ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് 20 ഡിവൈഡഡ് ബൈ 4. അതായത് ബ്രാക്കറ്റിനുള്ളിൽ എന്തുകൊണ്ട് 20 ഡിവൈഡഡ് ബൈ 4 5. പിന്നെന്തോ ഇവിടെ ഉള്ളത് ഒരു ഇൻറ്റു 4 ഉണ്ട്. ഇവിടെ ലെഫ്റ്റിലോട്ട് 20 മൈനസ് 5 × 4. അതായത് 20 മൈനസ് 20 എന്ന് കിട്ടും. 20 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 20 മൈനസ് 20 0 ആണ്. ഒരിക്കൽ കൂടെ പറയാം. ഇവിടെ ഇത് ബോട്ട്മാസ് നിയമം വെച്ച് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ബ്രാക്കറ്റ് 2 ബ്രാക്കറ്റ് ഉണ്ട് ഈ ചോദ്യത്തിൽ. ഈ ബ്രാക്കറ്റിനുള്ളിലൊരു ബ്രാക്കറ്റ് ഉണ്ട്, അത് ആദ്യം ചെയ്യുക. ഈ ബ്രാക്കറ്റിനകത്തുള്ളത് നമുക്ക് എഴുതാം. 8 ഇനി ഗുണിക്കേണ്ടത് ഒന്ന് ചെയ്യുക. 4 × 3 12. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഡിവൈഡഡ് ബൈ 4 × 4 അത് കഴിഞ്ഞൊരു ബ്രാക്കറ്റ്. പിന്നെ ഇവിടെ ഒരു 20 മൈനസ്. ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ള ബ്രാക്കറ്റിന്റെ ക്രിയ ചെയ്യുക. 12 8 കൂടെ കൂട്ടുക, അതായത് 20. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഡിവൈഡഡ് ബൈ 4 × 4. അപ്പോൾ ഇത് ഈ ബ്രാക്കറ്റ് കഴിഞ്ഞു. 20 12 8 കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, 20 മൈനസ്. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിനുള്ളിലെ ക്രിയ വേണം ആദ്യം ചെയ്യാൻ. ബോട്ട്മാസ് നിയമം ബ്രാക്കറ്റിനുള്ളിലെ ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. ഡിവിഷൻ ആദ്യം ചെയ്യാം. 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഒരു ഇൻറ്റു 4. 20 മൈനസ് 5 × 4. അതായത് 20 മൈനസ് 20 = 0. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് ബോട്ട്മാസ് നിയമം വെച്ച് തന്നെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇവിടെ 3 × 3 മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 മൈനസ് 3. ഇങ്ങനെ വരുമ്പോൾ ഈ ഡിവിഷൻ ബ്രാക്കറ്റൊന്നുമില്ല, ഇവിടെ ഈ ഡിവിഷൻ ആദ്യം ചെയ്യുക. 3 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്, 1. ഇവിടെ 3 ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, അതും 1. ഇടയ്ക്കുള്ള ചിഹ്നം കൊടുക്കുക, ഇൻറ്റു. പിന്നെ ഇത് രണ്ടും കഴിഞ്ഞാൽ അതിന് ശേഷമുള്ളത് ഒരു -3 ഉണ്ട്. ലെഫ്റ്റിലോട്ടൊരു -3 × 3. 3 × 3 എന്ന് പറഞ്ഞാൽ 9 മൈനസ് 1 മൈനസ് 3 9 മൈനസ് 4 5. അല്ലെ 9 ൽ 1 പോകെ 8, 8 ൽ 3 പോകെ 5. അങ്ങനെയും ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ഡിവിഷനാണ് ഇവിടെ ഉള്ളത്. ബ്രാക്കറ്റിലെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും. ഡിവിഷൻ 3 ഡിവൈഡഡ് ബൈ 3 1. പിന്നെ ഇവിടെ ഒരു 3 ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, 1. അതിൻ്റെ ഇടയ്ക്കുള്ള ചിഹ്നം ഇൻറ്റു. പിന്നെ ഇവിടെ റൈറ്റിലോട്ടൊരു -3 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു -3 × 3 അതായത് 9. ഇനി നമുക്ക് എന്ത് വേണം, 9 മൈനസ് 1 × 1 1 മൈനസ് 3 9 മൈനസ് 4 5. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 9 ൽ 1 പോകെ 8, 8 ൽ 3 പോകെ. ഇവിടെ ബോട്ട്മാസ് നിയമം വെച്ച് ചെയ്യാം നമുക്ക്. 3 പ്ലസ് ഓഫ് ഉള്ളിടത്തെല്ലാം ഇൻറ്റു ഇട്ട് കൊടുക്കാം.
3 into 3 divided by 3 into 3 into 3. ഓഫ് ഉള്ളിടത്തെല്ലാം നമുക്ക് ഇൻറ്റു ഇട്ട് കൊടുക്കുക. ഓഫ് ഇൻറ്റു ആണ്. ഇനി നമുക്ക് ഡിവിഷൻ ചെയ്യാം. ആദ്യം 3 divided by 3 എന്ന് പറഞ്ഞാൽ 1 വരും. പിന്നെ ഇതിൻ്റെ ഇത് 1. പിന്നെ ഇവിടെ എന്തോ ഉള്ള ഇൻറ്റു 3 into 3. അതിൻ്റെ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് എന്തോ ഉള്ള ഇൻറ്റു 3 ഒരു +3 ലെഫ്റ്റിലോട്ട്. അതായത് 3 പ്ലസ് 3 × 3 × 3 27 പ്ലസ് 3 30 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം, 30 വരും. കൂടുതൽ 3 കാണുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ഓഫ് ഉള്ളിടത്തെല്ലാം ഇൻറ്റു ഇട്ട് കൊടുക്കുക. 3 പ്ലസ് 3 ഓഫ് 3 3 into 3 ഡിവൈഡഡ് ബൈ 3 ഓഫ് 3 into 3 into 3. ഈ ഓഫ് ഉള്ളിടത്ത് ഇൻറ്റു ഇട്ട് കൊടുക്കുക. അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ആണുള്ളത്. അപ്പോൾ ഡിവിഷൻ ചെയ്യാം. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ചെയ്യാം. ഇത് എത്ര വരും? 3 divided by 3 1. പിന്നെ ഉള്ളത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇട്ട് കൊടുക്കുക. ഇൻറ്റു 3 into 3. ലെഫ്റ്റിലോട്ട് എന്തോ ഉണ്ട്? ഇൻറ്റു 3 ഒരു +3 ബാക്കിലോട്ടുണ്ട്. അതായത് ഇനി നമുക്ക് വെറുതെ അങ്ങ് ചെയ്താൽ മതി. 3 പ്ലസ് 3 into 1 into 3 into 3 അതായത് 27 പ്ലസ് 3 30. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. അതായത് ഈ ഇൻറ്റു വേണം ആദ്യം ചെയ്യാൻ. -12 6 × 2 എത്ര? 12. പിന്നെ ഇവിടെ എന്തോ ഉള്ള ഒരു 8 മൈനസ് ഉണ്ട്. അതായത് അതങ്ങനെ തന്നെ ഇടുക. ബാക്കി ചെയ്യുക. ബാക്കി അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. 9 മൈനസ്. ഇനി 8 - 12. ഇനിയും ബ്രാക്കറ്റിനുള്ളിലുള്ള ബ്രാക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. 8 - 12 എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത ചിഹ്നം. 12ൽ നിന്ന് 8 കുറയ്ക്കുക. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അതായത് -4 -4 വരും. ഇത് 8 - 12 എന്ന് പറയാൻ -4. ഇനി നമുക്ക് ഇവിടെ ബ്രാക്കറ്റിന് വെളിയിലുള്ളത് എഴുതാം. അതായത് ഒരു ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. ഇവിടെ ഒരു 8 മൈനസ് ഉണ്ട്. 8 മൈനസ് ഇതിൻ്റെ വില മാത്രം -4 ആണ്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 9 മൈനസ് അതായത് 9 മൈനസ് 8 മൈനസ് -4 ഡിവൈഡഡ് ബൈ 4. ഇനി ഡിവിഷനാണ് ചെയ്യേണ്ടത്. -4 ഡിവൈഡഡ് ബൈ 4. 4/4 എന്ന് പറഞ്ഞാൽ 1 മൈനസ് ആയതുകൊണ്ട് ഉത്തരം മൈനസ് വരും. 8 മൈനസ് -1 അതായത് 9 മൈനസ് 8 പ്ലസ് 1 അതായത് 9 മൈനസ് 9 0 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരിക്കൽ കൂടി പറയാം. നമുക്ക് ബ്രാക്കറ്റിനുള്ളിലെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുന്നു. 8 - 6 × 2 ആദ്യം ചെയ്യും. 6 × 2 എത്ര? 12. ഇവിടുത്തെ ചിഹ്നം മൈനസ് പിന്നെ 8 ബ്രാക്കറ്റിലുള്ളത് ഡിവൈഡഡ് ബൈ 4. പിന്നെ ഉള്ളത് അതുപോലെ എങ്ങനെ എഴുതുക? 9 മൈനസ്. ഇനി നമുക്ക് ഈ 8 - 12 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ, 2 എതിർ ചിഹ്നങ്ങളാണ് ചെയ്യാൻ. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. അതായത് 8 - 12 എന്ന് പറയാൻ -4. ഇവിടെ ഒരു 8 മൈനസ് ഇവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ മാത്രമല്ല അത് -4 ഡിവൈഡഡ് ബൈ 4. ഇനി 9 മൈനസ്. ഇനി നമുക്ക് 8 മൈനസ് -4 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ -1 വരും. 4 4 കൊണ്ട് ഇരിക്കുമ്പോൾ 1 ഏതെങ്കിലും ഒന്ന് മൈനസ് ആയാൽ ഉത്തരം മൈനസ്. അതായത് 9 മൈനസ് ബ്രാക്കറ്റിനുള്ളിലേ നമുക്ക് ചെയ്യാം. 9 മൈനസ് അവിടെ കിടക്കണം. ബ്രാക്കറ്റിനുള്ളിലേ ചെയ്യാം. ഒരു -4 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ -1. പിന്നെ ഇവിടെ ഒരു 8 മൈനസ് കിടപ്പുണ്ട്. 9 മൈനസ് വെളിയിലും ഉണ്ട്. അതായത് 8 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 9. ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇനിയും ചെയ്യാം. 8 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 1. ബ്രാക്കറ്റിന് വെളിയിൽ ഒരു 9 ഉണ്ട്. 9 മൈനസ് 8 പ്ലസ് 1 9 മൈനസ് 9 0 ആണ് ഉത്തരം. ഈ ബോർഡ് മാസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഇത് 2-3 പാർട്ടായിട്ട് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് ഒരു കണക്കും പരീക്ഷാ ഹാളിൽ ചെന്ന് തെറ്റിക്കാനിട വരുത്തില്ല. എല്ലാ മോഡലിലുള്ള കണക്കും ചെയ്ത് പഠിക്കുക. ഒരു 2-3 പാർട്ടായിട്ട് ചെയ്യാവുന്നതാണ്. ഈ ക്ലാസ് വളരെയേറെ പ്രയോജനപ്രദമാകും. എൻ്റെ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണുക. ഞാൻ കുറേ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട്. ശ്രീമാസ് സെർച്ച് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അവിടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്